എൻ പി ചെക്കുട്ടി, ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജൻ തെറിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പി വി അൻവർ MLA-യുടെ ഈ ADGP-ക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എതിരായിട്ടുള്ള ആരോപണങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതിലിപ്പോൾ ADGP-ക്ക് എതിരായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ പരിശോധിക്കും, ഈ കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് അജിത് കുമാർ ഇരിക്കുന്ന വേദിയിൽ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനെ പ്രതലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഭരണകക്ഷി MLA ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളെന്ന നിലയിൽ മുഖ്യമന്ത്രി അതിലൊരു അന്വേഷണം നടത്തുന്നു. ഇങ്ങനെ മാത്രം കണ്ടാൽ മതിയോ? അതല്ല, ഇത് ഇടതുപക്ഷത്തിനകത്ത് മാറുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളുടെ എന്തെങ്കിലും സൂചനകൾ അൻവറിൻ്റെ ഈ ആരോപണം ഉന്നയിക്കലിലും ഇടപെടലുകളിലും ഉണ്ടോ താങ്കളുടെ നിരീക്ഷണത്തിൽ? രണ്ട് കാര്യങ്ങളെ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരുടെ പേരിൽ വലിയ തോതിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമായിരുന്നു. ഒന്നാം സർക്കാരിന്റെ ഏറ്റവും കടുത്ത തലവേദനയായിട്ട് മാറിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ അവിഹിതമായിട്ടുള്ള ബന്ധങ്ങളുമാണ്. അത് പിന്നീട് പരസ്യമായിട്ട് കേരളത്തിൽ വന്നു. അദ്ദേഹം ജയിലിലായി. മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനും വലിയ തലവേദന അതുണ്ടാക്കി. ഇപ്പം വീണ്ടും ഈ സർക്കാരിന്റെ 2 വർഷം കഴിയുമ്പോൾ കൂടുതൽ ഗൗരവമുള്ള ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ വരുന്നത്. അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ ഇപ്പൊ രാഷ്ട്രീയമായിട്ട് നോമിനിയായിട്ട് വന്നിരിക്കുന്ന പൊളിറ്റിക്കൽ നോമിനിയായിട്ടുള്ള പി ശശി അടക്കമുള്ള നേതാക്കൾക്കെതിരായിട്ടാണ് ഇത്തവണ ആരോപണം ഉയർന്നത്. മാത്രമല്ല, ജനങ്ങളോട് കൂടുതൽ നേരിട്ട് ബന്ധപ്പെടുന്ന, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള ആഭ്യന്തര വകുപ്പ്, പോലീസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളാണ് വരുന്നത്. അതും വളരെ കടുത്ത മാഫിയ സമ്പർക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം വരികയാണ്, പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങൾ വരികയാണ്, പാർട്ടിയുടെ പ്രാദേശിക സമ്മേളനങ്ങൾ വരികയാണ്. ഈ സമ്മേളനങ്ങളൊക്കെ തന്നെ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടാനിടയുള്ള, വളരെ ഗൗരവമായിട്ട് പാർട്ടി പ്രവർത്തകർ, കാരണം ഓരോ ആളുകൾക്കും പോലീസുമായിട്ട് ഇടപെടേണ്ടതുണ്ട്, വളരെ നിശിതമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സമയത്താണ് ഈ വിഷയങ്ങൾ കൂടുതൽ ഗൗരവമായിട്ട് ദേശീയ തലത്തിൽ വരുന്നത്, സംസ്ഥാന തലത്തിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അൻവറിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ശരി, അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. അതായത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, പോലീസ് വകുപ്പ് അതിഭീകരമായിട്ടൊരു പ്രതിസന്ധിയിലാണ്. അതൊരു നാദനില്ലാ കളരിയായിട്ടാണ് മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പോലീസ് വകുപ്പും അതിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസും വളരെ ഗൗരവമുള്ള തിരുത്തലുകൾക്ക് വിധേയമാവണമെന്ന കാര്യം തർക്കമില്ല. അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരെയാണ് സമ്മേളനങ്ങളിൽ ആരോപണം വരാൻ പോകുന്നത്. അതാണ് ശ്രീ എൻ പി ചെക്കുട്ടി, ഞാൻ ചോദിച്ചത്, ഇപ്പോൾ താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ പോലീസ് വകുപ്പ് ഒരു നാദനില്ല കളരിയായി മാറിയിട്ടുണ്ടെങ്കിൽ പോലീസിനെ ഒന്ന് ശുദ്ധീകരിച്ച് കളയാമെന്ന സദുദ്ദേശത്തിൽ ഭരണകക്ഷി MLA പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന് താങ്കൾ കാണുമോ? അതല്ല രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി, അതല്ലെങ്കിൽ ഈ മാറി വരുന്ന സമവാക്യങ്ങളുടെ ഭാഗമായി ആർക്കോ വേണ്ടി അൻവർ ലക്ഷ്യം വെച്ച് ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന നിലയിൽ നിരീക്ഷിക്കുമോ? ഞാൻ ചോദിക്കട്ടെ, പോലീസ് വകുപ്പ് ഭരിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 8ആയി. പോലീസ് വകുപ്പിൽ ഇന്നും നിലയിൽ തുടങ്ങിയത് നമുക്കൊക്കെ അറിയാം. കേരളത്തിലെ പോലീസിൽ എന്താ, പോലീസ് സ്റ്റേഷനുമായിട്ട് ഇടപെടുന്ന ആളുകൾക്കൊക്കെ അറിയാം ഈ കേരള പോലീസിന്റെ അവസ്ഥ എന്താണെന്ന്. ഇപ്പൊ എന്തുകൊണ്ട് ഈ തിരുത്തലിനെ കുറിച്ച് അതിന്റെ പേരിൽ ഒരു രക്തസാക്ഷിയെ ഇപ്പൊ ഉണ്ടാക്കിയെടുക്കാം. പി ശശിയുടെ തലയാണ് ഇപ്പൊ തെറിക്കാൻ പോകുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ പി ശശിയുടെ ഉത്തരവാദിത്വം മാത്രമാണോ ഇതിലുള്ളത്? ഇതിന് ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് ഇതിനകത്തൊന്നും യാതൊരു ഉത്തരവാദിത്വം ഇല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് പാർട്ടി സമ്മേളനങ്ങളിൽ വരാൻ പോകുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, കാരണം ജയരാജനെ പോലുള്ള വളരെ കരുത്തനായിട്ടുള്ള ആളെ പുറത്തേക്കാക്കിയിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പാർട്ടി സമ്മേളനങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെ നേരിടാനായിട്ട് ഇപ്പൊ പി ശശിയെ അങ്ങോട്ട് ഫോൾ ഗൈ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രിക്കും സർക്കാരിനും പാർട്ടിക്കും രക്ഷപ്പെടാൻ കഴിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. അത്രയേറെ ഗുരുതരമാണ് പ്രശ്നങ്ങൾ. അല്ല ശ്രീ എൻ പി ചെക്കുട്ടി, അതായത് പാർട്ടിക്കകത്ത് ഒരു തിരുത്തൽ പ്രക്രിയയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ അത് ചോദിക്കാൻ കാരണം, ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ മാറ്റിയപ്പോൾ അത് മറ്റൊരു പവർ ഗ്രൂപ്പിന്റെ പവർ പ്ലേ ആണ് എന്ന് നിരീക്ഷിച്ചവരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഈ സാഹചര്യങ്ങളെ വിലയിരുത്തിയവരുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ശ്രീ എൻ പി ചെക്കുട്ടി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ പവർ ഗ്രൂപ്പിന്റെ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ പി വി അൻവർ MLA-യിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്ന് കാണാൻ കഴിയുമോ?
ഗോപീഷ്ണൻ, ഞാൻ ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കാൻ തയ്യാറില്ല. ഇതൊരു പൊളിറ്റിക്കൽ ബാറ്റിലാണ്. നിങ്ങൾ സിനിമയിലൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പ് ഒക്കെ ഉള്ളത്. ദിസ് ഇസ് എ പൊളിറ്റിക്കൽ ബാറ്റിൽ. പൊളിറ്റിക്സിനകത്ത് രണ്ട് തരത്തിൽ നിലപാടുകൾ, പ്രതിപക്ഷവും ഭരണപക്ഷവുമായിട്ടാണ് പൊളിറ്റിക്സിൽ ഉള്ളത്. അതേമാതിരി CPM-നകത്തും വളരെ ശക്തമായിട്ടുള്ള ഒരു എതിരൻ ശബ്ദം ഉയർന്നു വരുന്നുണ്ട്. അത് ഒഴിവാക്കാനായിരുന്നു പിണറായി വിജയൻ ശ്രമിച്ചിരുന്നത്. തനിക്കെതിരെ ഒരു ശബ്ദം ഉയർന്നു വരുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് രണ്ട് വൻമരങ്ങളുടെ ഒരു വൻമരത്തെ അങ്ങ് വെട്ടിവീഴ്ത്തിയത്. പക്ഷെ ആ വൻമരത്തേക്കാൾ വലിയ മരങ്ങൾ ഇപ്പോ യഥാർത്ഥത്തിൽ CPM-നകത്ത് ഉയർന്നു വരികയാണ്. പിണറായി വിജയന്റെ രാഷ്ട്രീയമായിട്ടുള്ള ശക്തി, രാഷ്ട്രീയമായിട്ടുള്ള എക്സിസ്റ്റൻസ് തന്നെ ഒരുപക്ഷെ സമ്മേളനത്തോടുകൂടി ചോദ്യം ചെയ്യപ്പെടും എന്ന് ഞാൻ കരുതുന്നത്. അത് ഒഴിവാക്കാനുള്ള, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളിൽ ഒന്ന് ആഭ്യന്തര വകുപ്പിലെ ശുദ്ധീകരണം എന്ന പേരിൽ പി ശശിയെ അങ്ങോട്ട് എടുത്തു മാറ്റലാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ല. മുഖ്യമന്ത്രി ഗൗരവമുള്ള പ്രശ്നങ്ങൾക്ക്, രാഷ്ട്രീയമായ പ്രശ്നങ്ങൾക്ക് ഈ സമ്മേളനങ്ങളിൽ മറുപടി പറയേണ്ടതായിട്ട് തന്നെ വരും. ശ്രീ റെജി ലൂക്കോസ്, MR അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഈ കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് പൊതുവേദിയിൽ പ്രസംഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ അസാധാരണ ഇടപെടലുകൾ കൊണ്ട് ഈ ആരോപണങ്ങളുടെ ചോദ്യമുന ഉയരുന്ന പി ശശിയെ സംരക്ഷിച്ചു നിർത്താൻ കഴിയുമോ? പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കൂടി ഭാഗമാക്കിക്കൊണ്ടുള്ള ആരോപണങ്ങളാണല്ലോ അൻവർ MLA ഉന്നയിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രീ NP ചേക്കുട്ടി പറഞ്ഞു, ഇതാ പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കാൻ പോകുന്നു, ജില്ലാ സമ്മേളനങ്ങൾ വരാൻ പോകുന്നു, പ്രാദേശിക സമ്മേളനം, ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സർക്കാരിനെയും പിണറായി വിജയനെയും പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടിയിലേക്കാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ PV അൻവർ ഏറ്റവും പുതുതായി ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ചിത്രത്തിലും പറയുന്നു സത്യമേവ ജയതേ. അദ്ദേഹം പിണറായിക്കൊപ്പം നിൽക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്യുമ്പോൾ പിണറായിക്ക് വേണ്ടി, അല്ലെങ്കിൽ പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനെന്ന് അദ്ദേഹം ഇപ്പോഴും പറയുമ്പോൾ, ഒരു കൺവിക്ഷനിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ അൻവർ MLA ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ആഭ്യന്തര വകുപ്പിനെ പ്രതിരോധത്തിലാക്കുന്നത്, പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പ്രതിരോധത്തിലാക്കുന്നത്? ഇത് ഏത് പവർ പ്ലേയുടെ ഭാഗമായിട്ടാണ് എന്ന സംശയം സ്വാഭാവികമായി ഉയരുമല്ലോ. അവിടെയാണ് ഇടതുമുന്നണി കൺവീനർ സ്ഥാനം EP ജയരാജന് പോയതിന് തൊട്ടു പിന്നാലെ ഈ ആരോപണങ്ങൾ ഉയരുമ്പോൾ സംശയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊരു പാർട്ടി പൊളിറ്റിക്സ് അല്ലേ ഇതിലൂടെ പുറത്തു വരുന്നത്? ഗോപീഷ്, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ചേക്കുട്ടി സാറ് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആഗ്രഹവും മോഹവുമാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, എനിക്ക് പറയാനുള്ളത്, ഇവിടെ ബഹുമാനപ്പെട്ട ഷാഫി ചാലയത്തിന് മറുപടി പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. ഷാഫി ചാലയത്തിനോട് രണ്ട് തവണ ഗോപികൃഷ്ണൻ ആവർത്തിച്ചിട്ടും MR അജിത് കുമാറിനെ കുറിച്ച് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് ഒരു മറുപടി പറയാനോ പ്രതികരിക്കാനോ അദ്ദേഹത്തിന് തയ്യാറായില്ല. അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം നിലമ്പൂരിൻ്റെ MLA, ഇടതുപക്ഷ സഹയാത്രികനായ നിലമ്പൂർ MLA, വളരെ ജനകീയനായിട്ടുള്ള നിലമ്പൂർ MLA PV അൻവർ ഉയർത്തിയിരിക്കുന്ന MR അജിത് കുമാർ എന്ന് പറയുന്ന പിന്നെ ADGPക്കെതിരെ ഉയർത്തിയ രണ്ട് പ്രധാനപ്പെട്ട അതീവ ഗുരുതരമായ ആരോപണങ്ങളിൽ ഒന്ന്, സോളാർ കേസ് ഒതുക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. അത് ശരിയാണെന്ന് ഇന്ന് ആ മാധ്യമങ്ങളെടുത്ത് വെളിപ്പെടുത്തുകയും ചെയ്തു. രണ്ടാമത്തേതാണ് അതിലും ഗുരുതരമായിട്ടുള്ള, PV അൻവർ വളരെ ഉത്തരവാദിത്തോടുകൂടി നിയമസഭയിൽ അവതരിപ്പിച്ച പിന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 150 കോടി രൂപ കേരളയിൽ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കർണാടക ലോബിയിൽ നിന്ന് വാങ്ങിച്ചു. അത് ഇന്ന രീതിയിലുള്ള മത്സ്യബന്ധന ബോട്ടിലിൽ 3 പിന്നെ മത്സ്യബന്ധന വാനിനകത്ത് കൊണ്ടുവന്ന് കളക്ട് ചെയ്തെന്ന് പറഞ്ഞതിനെ കുറിച്ചുള്ള ആ അന്വേഷണം, അത് തെറ്റായ അന്വേഷണമാണെന്ന് PV അൻവറിനോട് ഒരു അന്വേഷണം പോലും, ഒരു ഫോൺ കോളിൽ പോലും ചോദിക്കാതെ കൊണ്ട് അത് എഴുതിത്തള്ളാൻ വിജിലൻസിനെ പ്രേരിപ്പിച്ച് ഇദ്ദേഹമാണെന്നുള്ളതാണ് ഏറ്റവും അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം. ദാറ്റ് മീൻസ് ഈ MR അജിത് കുമാർ സർക്കാരിനെ കബളിപ്പിച്ചുകൊണ്ടായിരിക്കാം, ഞാനത് പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല, പിന്നെ പ്രതിപക്ഷവുമായിട്ടൊരു ഒരു അവിഹിത ബാന്ധവം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഷാഫി ചാരിത്തിനെ പോലെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് അതിനെക്കുറിച്ച് മറുപടി തരാൻ അദ്ദേഹം അശക്തനാണ്. അതുകൊണ്ട് ഇനി അദ്ദേഹത്തിനോട് അത് ചോദിക്കേണ്ട. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പാർട്ടിയിൽ എന്തോ തിരകളൊക്കെയുണ്ടെന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, PV അൻവർ ഇന്ന് ഉയർത്തിയ അതീവ ഗുരുതരമായതും കേരളം ചർച്ച ചെയ്യപ്പെട്ടതും വളരെ റിലവൻ്റ് ആയിട്ടുള്ള അത്തരം ആരോപണങ്ങൾ, അദ്ദേഹം പല തെളിവുകളും ഓഡിയോ ക്ലിപ്പിംഗ് സഹിതമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹം P ശശി ഒരു അഴിമതി ആരോപണക്കാരനാണെന്നോ ഇതെല്ലാം ആ രീതിയിലുള്ള ആരോപണത്തെ ഉയർത്തിയിട്ടില്ല. അദ്ദേഹം അറിയേണ്ടതായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് സംശയമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അവിടെ P ശശിയെ കുറിച്ച് അതീവ ഗുരുതരമായ ആരോപണങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് ശ്രീ റെജി ലൂക്കോസ്, ആ ആരോപണം ഞാൻ പറയാം. അതായത് ഇങ്ങനെ ഈ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഈ ADGP MR അജിത് കുമാറിനെ സംരക്ഷിച്ചു നിർത്തുന്നത് P ശശിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതായത് സാമ്പത്തിക ക്രമക്കേട് അടക്കമുള്ള കാര്യങ്ങളിൽ ആരോപണം നേരിടുമ്പോൾ അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തുന്നതിലെ താല്പര്യം എന്താണെന്നുള്ള ചോദ്യം ഒരു ഭാഗത്തുണ്ട്. രണ്ടാമത് P ശശി ഈ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്, അദ്ദേഹവുമായിട്ടുള്ള കോൺടാക്റ്റാണ് അല്ലെങ്കിൽ കണക്ഷനാണ് MR അജിത് കുമാറിന് ഒരു സംരക്ഷണ വലയം തീർക്കുന്നത് എന്നാണല്ലോ ആ ശബ്ദ സന്ദേശത്തിൽ, എനിക്കറിയില്ല, ഞാൻ ആ ശബ്ദ സന്ദേശത്തിലൂടെ പുറത്തു വരുന്നതും
അങ്ങനെയാണെങ്കിൽ ഈ സർക്കാരിനെയും മുഖ്യമന്ത്രിയൊക്കെ കുഴിയിൽ ചാടിക്കുന്ന സമീപനമാണ് പി ശശി എടുത്തിരിക്കുന്നത് എന്ന് അൻവർ MLA പറയേണ്ടി വരുന്ന ഘട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആരോപണം നേരിട്ട് ഉന്നയിക്കുന്നു എന്നുള്ളതല്ല, ആരോപണ വിധേയനായ ആളെ സംരക്ഷിച്ച് നിർത്തുന്നു എന്നതിലൂടെ ആ ആരോപണത്തിൻ്റെ ഒരു പ്രധാന ഭാഗം അദ്ദേഹത്തിലേക്കും വരുന്നു, പി ശശിയിലേക്കും. അപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ പി ശശിക്കെതിരെ എന്ത് നടപടി എന്ന ചോദ്യവും മുഖ്യമന്ത്രി നേരിടുമല്ലോ. അതിലേക്ക് വരാം. അതായത് PV അൻവർ പുറത്തുവിട്ട കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങളിലായി പുറത്തുവിട്ടിരിക്കുന്ന പത്തനംതിട്ട SP ആയ പിന്നെ SP യുടെ ഒരു ഓഡിയോ, അതായത് അദ്ദേഹത്തിനെതിരെ ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു കേസ് പിൻവലിക്കണമെന്ന് കാല് പിടിച്ചുകൊണ്ട് അദ്ദേഹം വെളിപ്പെടുത്തിയ കുറേ കാര്യങ്ങൾക്ക് എന്ത് പിന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കാനായിട്ടോ പി ശശിക്കെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ ഒക്കെ ആരോപണം ഉന്നയിക്കാനായിട്ട് ഈ SP എന്താ അധികാരമുള്ളത്? അതുകൊണ്ട് അത് PV അൻവർ തന്നെ പറഞ്ഞല്ലോ, തന്നെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ കുറേ കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. അതിനെ ആ ഒരു വിലയ്ക്ക് തള്ളിവിട്ടാൽ മതി, അതിലപ്പുറം ഗ്രാവിറ്റി അതിനൊന്നുമില്ല. ഇവിടെ പി ശശി അല്ല, ഒരൊറ്റ സെക്കൻഡ്, അതിലൊരൊറ്റ കാര്യം ശ്രീ റെജി ലൂക്കോസ്, പി ശശിയെ ആരോപണ വിധേയനാക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ പ്രതിസ്ഥാനത്താകുമ്പോൾ എങ്ങനെയാണ് MB അൻവറിന് അതൊരു സുഖമുള്ള കാര്യമായി മാറുന്നത്? അല്ലല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. അതായത് ഈ പറയുന്ന പത്തനംതിട്ട SP PV അൻവറിനെ സുഖിപ്പിക്കാൻ പറഞ്ഞത് PV അൻവർ പറഞ്ഞതെന്നാ ഞാൻ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ വെറുതെ തെറ്റായ കാര്യങ്ങൾ അല്ലല്ല, അങ്ങനെയല്ല, അത് മനസ്സിലായി എനിക്ക്, താങ്കൾ പറഞ്ഞത് മനസ്സിലായി. അതെ, PV അൻവറിനെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പത്തനംതിട്ട SP ഇങ്ങനെ സുജിത് ദാസ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? പി ശശിയുടെ സംരക്ഷണയിലാണ് MR അജിത് കുമാർ ഈ വളർന്നതും നിലനിൽക്കുന്നതും എന്നാണല്ലോ. അത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് PV അൻവറിനെ സുഖിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ തെറ്റായി മനസ്സിലാക്കിയിട്ടല്ല, ശരിയായി താങ്കളുടെ ചോദ്യം മനസ്സിലാക്കിയിട്ടാണ് ചോദിച്ചത്. അല്ല, അതാ തീർച്ചയായിട്ടും ഐ അപ്രീഷിയേറ്റ് യു. ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ അത് PV അൻവർ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ കാല് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസ് പിന്നെ അത് അദ്ദേഹത്തിന് ഡിമാർക്കാവും. അത് ഒരു IPS ഉദ്യോഗസ്ഥനായതുകൊണ്ട് അദ്ദേഹത്തിന് കാല് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന 32 മിനിറ്റ് നമ്മളെല്ലാം കേട്ടല്ലേ. അതിനെക്കുറിച്ച് ഒരു കമന്റ് PV അൻവർ പറഞ്ഞു. നമുക്ക് കാതലായ വിഷയത്തിലേക്ക് വരാം. നിങ്ങളുടെ ഉന്നമക്കെന്ന് മുഖ്യമന്ത്രിയുടെ CPM-നുള്ളൂ. അപ്പോൾ നമുക്ക് അത് ചർച്ച ചെയ്യാം, അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാതെ അതിലേക്ക് നമുക്ക് വരാം. ഇപ്പൊ പി ശശി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച്, അദ്ദേഹത്തിനെ കുറിച്ച് ഈ സർക്കാർ അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് പാർട്ടി നോമിനേറ്റ് ചെയ്തപ്പോൾ സർക്കാർ അംഗീകരിച്ചപ്പോൾ മുതൽ അദ്ദേഹത്തിന് വേട്ടയാടുന്നതാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഈ പൊടുന്നനെ വന്നിരിക്കുന്ന ചില ആരോപണങ്ങളുണ്ട്. ഇനി അഥവാ അതിനകത്ത് എന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി ME ഗോവിന്ദൻ ഇന്ന് കണ്ണൂർ വെച്ച് പറഞ്ഞു, PV അൻവർ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്, അത് സർക്കാരും പാർട്ടി അന്വേഷിക്കുന്നു പറഞ്ഞു. അത് പാർട്ടിക്ക് വിടുന്നു. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനുണ്ട് എനിക്കോ പാർട്ടിയുടെ മറ്റാർക്കോ യാതൊരു അധികാരമില്ല. പക്ഷേ കം ടു ദ പോയിന്റ്, അതല്ലേ നമ്മൾ സംസാരിക്കണ്ടേ. ഇന്ന് കോട്ടയത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് വരെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഇത്രയ്ക്ക് ശക്തമായ നിലപാട് ഒരു IPS ഉദ്യോഗസ്ഥനെതിരെ, അതും ക്രമസമാധാനം ഇന്നലെ പാലിക്കുന്ന ഒരു ADGP-ക്കെതിരെ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. എന്താ പ്രഖ്യാപനം? ഇന്നലെ PV അൻവർ വെളിപ്പെടുത്തി, ഇതുവരെ ആധികാരികമായ ഒരു അന്വേഷണം പോലും നടത്താതെ കണ്ട് ആ പൊതുമണ്ഡലത്തിൽ ഒരു MLA ഉയർത്തിയ ആരോപണം, അതൊരു ഭരണകക്ഷി MLA ഉയർത്തിയ ആരോപണം കൃത്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷന്റെ ഓഫീസിൽമാരുടെ സമ്മേളനത്തിൽ വെച്ച് പിന്നെ പറഞ്ഞു, പുഴുക്കുത്തുകളായ 108 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പുറത്താക്കിയ സർക്കാരാണിത്. ഉന്നതനായിട്ടുള്ള ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ, ആ പൊതുമണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താ? ബഹുമാനപ്പെട്ട PV അൻവർ എന്ന് പറയുന്ന MLA-യുടെ വാക്കുകളെ അദ്ദേഹം ഓൺ ചെയ്തുകൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ആദരിച്ചുകൊണ്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും MLA ആണ്. അത് ഉന്നതനായ ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കുന്നു പറഞ്ഞാൽ ആ തൻ്റെ ഇടം കാണിച്ച ഒരു മുഖ്യമന്ത്രി ഈ കേരളത്തിലുണ്ടെന്നുള്ള കേരളത്തിൽ അഭിമാനിക്കാം. അതുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കുത്തഴിച്ചതാണ്. ആരുടെ കഴിവുകേടാണ്? സർക്കാർ അല്ല, ഈ അജിത് കുമാറിനെതിരെ ഇങ്ങനെയൊക്കെയുള്ള ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അത് ആരുടെ കഴിവുകേടാണ് ശ്രീ റെജി ലൂക്കോസ്? അതെങ്ങനെയാണ് ഗോപികൃഷ്ണൻ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ. ചാരക്കേസ് നടന്നപ്പോൾ രമൺ ശ്രീവാസ്തവയ്ക്കെതിരെ അന്നത്തെ കോൺഗ്രസിലെ A ഗ്രൂപ്പ് ശക്തമായ രീതിയിലുള്ള നിലപാടെടുത്തിട്ട് എന്തെല്ലാം കള്ളക്കഥകൾ കൊണ്ടുവന്നു. ഒടുവിൽ സുപ്രീം കോടതി പറഞ്ഞില്ല ആ മനുഷ്യൻ നിരപരാധിയാണെന്നുള്ളവരും. PP ലക്ഷ്മൺ എന്ന് പറഞ്ഞൊരു ഒരു മുൻ ADGP ഉണ്ടായിരുന്നു, അദ്ദേഹം കുറ്റവാളിയാണെന്നുള്ള അറിയാം, പോലീസ് സ്റ്റേഷനിൽ പോയില്ലേ? അതേ ഉദ്യോഗസ്ഥനായിരുന്നപ്പോഴത്തേക്ക് ആർക്കെങ്കിലും പിടിക്കാൻ പറ്റില്ല. അടിയന്തരാവസ്ഥക്കാലത്ത് ഒരു വെടിവെപ്പ് കേസിലെ പ്രതിയ, അങ്ങനെ ഏതെല്ലാം ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് വന്നിട്ടുണ്ട്. അതെല്ലാം അവർക്ക് പിന്നീടല്ലേ തെളിഞ്ഞത്. ഇതെന്നാ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ഈ പറയുന്ന PV അൻവർ വെളിയിൽ വിട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യങ്ങൾ, അദ്ദേഹത്തിന് അതിനകത്ത് കഴമ്പോട്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് അന്വേഷണം ഉത്തരവിട്ടു. ഈ പറഞ്ഞ പത്തനംതിട്ട SP സസ്പെൻഡ് ചെയ്തു. ഇതിനു മുമ്പ് ആരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു? സോളാർ കേസ് അട്ടിമറിക്കാനായിട്ട് കൂട്ടുനിന്നു എന്ന് പറയുന്ന ഈ ആ ADGP-യുടെ കാര്യം
അന്ന് നമ്മളൊക്കെ ചർച്ച ചെയ്ത വിഷയങ്ങളല്ലേ? ഏതെങ്കിലും ഒരു UDF-ന്റെ കാര്യമോ അല്ലെങ്കിൽ അന്നത്തെ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഈ സർക്കാർ വന്നതിന് ശേഷമാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ആരോപണങ്ങൾ വെളിയിൽ വരുമ്പോഴല്ലേ ഒരു ഗവൺമെന്റ് അന്വേഷിക്കാൻ പറ്റുള്ളൂ. അന്തരീക്ഷത്തിൽ സങ്കല്പിച്ചുകൊണ്ട് IPS ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റുമോ? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ഗവൺമെന്റ് ആർജവത്വം ഞാനൊരു ഇടതുപക്ഷ സഖ്യാത്രയായിട്ട് പിന്തുണയ്ക്കുന്നതല്ല. അല്ലല്ല, പൂർത്തീകരിക്കട്ടെ. ലെറ്റ് മീ കംപ്ലീറ്റ് 1 മിനിറ്റ് മതി. ഇവിടെ ഷാബി ജാലിയത്തിലേക്ക് ഞാൻ വീണ്ടും കടക്കുകയാണ്. അവർ മറുപടി പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സംരക്ഷണ വലയം തീർത്ത അവരുടെ കാര്യങ്ങൾക്ക് സംരക്ഷണ വലയം തീർക്കുകയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഒരു MLA നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ അതിൽ കഴമ്പില്ല, നിങ്ങൾ റിപ്പോർട്ട് വിജിലൻസ് കോടതി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദേശിച്ച ഒരു ADGP ആരുടെ ആളാണ്? അപ്പോൾ ഈ ADGPയും ഈ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷത്തെ കക്ഷികളും തമ്മിൽ ഒരു ഗൂഢാലോചനയില്ലേ ഈ ഗവൺമെന്റിനെതിരെ ഉണ്ടായിരുന്നു? അതല്ലേ ഇപ്പൊ പുറത്തു വന്നേ?